മറ്റെല്ലാ നേതാക്കന്മാർക്കും ഒറ്റവാക്കിൽ സ്ഥാനം പറഞ്ഞുകൊണ്ട് എന്റെ ചെറിയ സംസാരം അവസാനം. ആദരണീയനായ ഉദ്ഘാടകൻ പ്രിയപ്പെട്ട ശ്രീ കൊടിക്കൽ സുരേഷ് എം പി അവറുകൾ, ഇവിടെ സന്നിഹിതരായിട്ടുള്ള നേതാക്കൾ, രാഷ്ട്രീയകാര്യ സമിതി അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണ, KPC ജനറൽ സെക്രട്ടറി M നസീർ അടക്കമുള്ള KPC സെക്രട്ടറിമാർ, ബ്ലോക്ക് പ്രസിഡന്റുമാർ, മണ്ഡലം പ്രസിഡന്റുമാർ, എൻ്റെ സഹപ്രവർത്തകർ, ശ്രീ KC രാജൻ, UDF-ന്റെ ജില്ലാ ചെയർമാൻ ശ്രീ KC രാജൻ അടക്കമുള്ള നേതാക്കളെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, ഇന്ത്യയിലെമ്പാടും ഈ രാത്രിയിൽ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും ആയിരങ്ങൾ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു രാഹുൽ ഗാന്ധിക്ക്. നമുക്കറിയാം, ആയിരക്കണക്കിന് കിലോമീറ്റർ ജോഡോ യാത്രയിലൂടെ കാൽനടയായി താണ്ടി ഇന്ത്യയുടെ പൾസ് മനസ്സിലാക്കിയ, ഇന്ത്യയിലെ ജനങ്ങളുടെ വികാരം മനസ്സിലാക്കിയ, ഇന്ത്യയുടെ അവസ്ഥ മനസ്സിലാക്കിയ രാഹുൽ ഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യക്ക് സംഭാവന ചെയ്ത ജനാധിപത്യം, ഡെമോക്രസി ഈ ഭരണത്തിന് കീഴിൽ നശിക്കുന്നു എന്ന് കണ്ടപ്പോൾ അതിനെതിരെ സന്ധിയില്ല സമരം ചെയ്യുവാൻ തയ്യാറായി 6 മാസക്കാലം 40 പേർ ഗവേഷണം നടത്തി ഇന്ത്യയിലെ വോട്ടേഴ്സ് ലിസ്റ്റിൽ എന്താണ് ഉണ്ടായത് എന്ന് കണ്ടുപിടിച്ച് ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ട് വോട്ട് കൊള്ള നടത്തുന്നവരെ, വോട്ട് കക്കുന്നവരെ, കള്ളവോട്ടിലൂടെ അധികാരത്തിലിരിക്കുന്നവരെ പുറത്താക്കുവാനുള്ള നിശ്ചയദാർഢ്യത്തോടു കൂടി ആ സംരംഭത്തിന് നേതൃത്വം കൊടുക്കുന്ന രാഹുൽ ഗാന്ധിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന ചടങ്ങാണ് ഇവിടെ നടക്കുന്നത്, സംരംഭമാണ് ഇവിടെ നടക്കുന്നത്. കൊല്ലം ജില്ലയിലെ കോൺഗ്രസിന്റെ ക്രോസ് സെക്ഷൻ ഇവിടെ എത്തിയിരിക്കുന്നു. പത്തനാപുരത്ത് നിന്ന് പോലും, തെന്മലയിൽ നിന്ന് പോലും, കരുനാഗപ്പള്ളിയിൽ നിന്നും, ഓച്ചിറയിൽ നിന്നും, കപ്പൂപ്പടിയിൽ നിന്നും, കടയമംഗലത്ത് നിന്നും എല്ലാ പ്രദേശത്തു നിന്നുമുള്ള കോൺഗ്രസിന്റെ നേതാക്കളും ഈ രാത്രിയിൽ ഒത്തുകൂടുന്നത് കാണുമ്പോൾ നമുക്ക് ഉറപ്പുണ്ട്, നാളെ ഈ രാജ്യത്തെ നയിക്കുന്നത് രാഹുൽ ഗാന്ധി ആയിരിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ആ ഉറപ്പ് ഞങ്ങൾ നൽകുകയാണ്. എന്ത് പരിപാടി ഞങ്ങൾ തയ്യാറാണ്, രംഗം തരാൻ തയ്യാറാണ്, ജീവൻ തരാൻ തയ്യാറാണ്. ഈ നാടൊട്ടാകെ അങ്ങയുടെ മുന്നിലുണ്ട് എന്ന് ഉറപ്പിച്ച് പറഞ്ഞുകൊണ്ട് ഈ മഹത്തായ സംരംഭം, ഈ ഐക്യദാർഢ്യ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുവാൻ ആരാധനായ എനിക്ക് നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട നേതാവ് ശ്രീ കൊടിക്കൽ സുരേഷ് അവരെ ഞാൻ ആദരപൂർവ്വം ക്ഷണിക്കുക. അധ്യക്ഷൻ, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ രാജേന്ദ്ര പ്രസാദ്, ഭരണകൂടം ജനാധിപത്യപരമായി പ്രവർത്തിക്കുന്ന പ്രതിപക്ഷത്തെ തകർക്കാൻ